ദൂരത്തേക്ക് നോക്കുക. വണ്ടി സെൻറ്റർ അല്ലെങ്കിൽ ഒന്ന് സെൻറ്ററാക്കാൻ, ഇവിടുന്ന് പെട്ടെന്ന് സെൻറ്ററാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കുറച്ചുകൂടി ബെറ്ററായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയച്ചിരുന്നത് തന്നെയാണ്. ഇപ്പം ഇതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എങ്ങനെ ഒരു ടിപ്സാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ അയച്ചിടുന്ന സമയത്ത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇടാനുള്ളതിനെ കുറിച്ചുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പം ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ ഒരു 1-2 പോയിൻ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഈ ഒരു രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പറ്റുവാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മീറ്ററിൽ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും ഒരു എന്താ പറയുക, മീറ്ററിൽ വരുന്ന സമയത്ത് ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക. അതായത് ഹാൻഡ് ബ്രേക്കിലൊന്നും കത്തണില്ലേ. എച്ചിടുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ഗിയറും ഫസ്റ്റ് ഗിയറും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യുക. ഫസ്റ്റിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം ക്ലച്ച് മെല്ലെ വിടുക. മെല്ലെ വിടുമ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി സെൻറ്ററിലല്ലെങ്കിൽ നമ്മളൊന്ന് വണ്ടി എത്രയും പെട്ടെന്ന് സെൻറ്ററാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഒന്ന് സെൻറ്ററാക്കുക. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ദൂരത്തേക്കായിട്ട് നോക്കിയാൽ മതി കേട്ടോ. വണ്ടി നേരായാൽ സ്റ്റിയറിംഗ് നേരെ വെക്കാൻ മറക്കരുത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കണ്ണാടീൻ്റെ അടി കൂടെ ആ ഒരു കോർണർ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കാം. ക്ലച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ബ്രേക്ക് പിടിക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സ്പീഡിലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടതുള്ളതുകൊണ്ട് ക്ലച്ച് പിടിച്ചതിന് ശേഷം ബ്രേക്ക് പിടിക്കുക. ഇനി നമ്മൾ ഗിയർ റിവേഴ്സിലേക്ക് ഇടാം. ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക, സെൻറ്ററിലേക്ക് എടുത്തിട്ട് ബാക്കോട്ടേക്ക് ഇടാം. ഇനി ചെയ്യേണ്ട കാര്യം, ബാക്കോട്ടേക്ക് നമ്മൾ ക്ലച്ച് മെല്ലെ വിടുന്ന സമയത്ത് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ട്രാക്ക് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും, ചിലപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ കാണുന്ന ആൾ ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് തിരിയുന്നത് ഏതാണോ ആ ഒരു ലെവലിൽ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് നോക്കുക. ഈ കമ്പി കാണാതാവുന്ന സമയത്ത് ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ഓടിക്കുക. വണ്ടി എത്ര സ്ലോ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും സ്ലോ ആക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്റ്റിയറിംഗ് അവിടെ നിന്ന് ഫുള്ളായിട്ട് ഓടിച്ച് ഇനി നമ്മൾ നേരെ നോക്കിയിരിക്കുക. ഈ നേരെ നോക്കുന്ന സമയത്ത് നമ്മൾ മുന്നത്തെ ആ ഒരു വൈറ്റ് ലൈന് കാണാൻ പറ്റും. ആ വൈറ്റ് ലൈന് നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റിയാൽ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കുക. മൊത്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 റൗണ്ട് സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കുക. നേരാക്കിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ഈ ഒരു കോണ് കണ്ണാടീൻ്റെ ബാക്കിലെത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ നമ്മൾ ബാക്കി സ്റ്റിയറിംഗ് ഓടിക്കുക. ഓടിക്കേണ്ടത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന സൈഡ് ഏതാണോ ആ സൈഡിലേക്കാണ് ഓടിക്കുക. അപ്പോൾ കോണിൽ തന്നെ നോക്കിയിരിക്കുക. കണ്ണാടിൻ്റെ ബാക്കിൽ എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ. യെസ്, ആ സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ മുട്ടും കൈയിൻ്റെ നേരെ ഈ ഇവിടെ റൈറ്റ് സൈഡിലുള്ള കോൺ എത്തുമ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് 2 റൗണ്ട് നേരാക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ നേരെ എത്തുന്ന സമയത്ത് 2 റൗണ്ട് സ്റ്റിയറിംഗ് നേരാക്കുന്നത് റൈറ്റ് സൈഡിലേക്ക്. അതായത് ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണല്ലോ നോക്കിയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുക. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വണ്ടി നേരാണോ എന്നുള്ളതാണ്. നേരായതിന് ശേഷം മാത്രം വണ്ടി സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കുക. വണ്ടി നേരായിട്ടുണ്ട്. ഈ നേരാവണത് മനസ്സിലാവണമെങ്കിൽ നേരെ ദൂരത്തേക്കായിട്ട് നോക്കുക. ഒരു സ്ഥലം ഫോക്കസ് ചെയ്യേണ്ട, നേരെ ദൂരത്തേക്കായിട്ട് നോക്കുക. അപ്പോൾ നേരായിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കാം. ഇതിപ്പം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ലോക്കാക്കി വെച്ചതാണല്ലോ. ഇത് നേരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരുതി എന്ന് പറഞ്ഞത് 2 റൗണ്ട് നേരെ വരും. 1, അതുപോലെ തന്നെ ഒന്നും കൂടി നേരെ വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നേരായി. ഇനി നമ്മൾ വണ്ടി നേരാണല്ലോ. അപ്പോൾ ഇനി ബാക്കോട്ടേക്ക് വരാം. ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ട്രാക്കിലാണെങ്കിൽ അപ്പുറത്തെ ട്രാക്കിലെ ബാക്കത്തെ ലൈനിലേക്ക് നോക്കും. നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ഓക്കെ എന്ന് തോന്നിയാൽ ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്ക് പിടിക്കും. ഇനി നമ്മൾ വീണ്ടും ഗിയർ ചേഞ്ച് ചെയ്യണം. ന്യൂട്രാക്കുക, ഗിയർ ഫസ്റ്റിലേക്ക് ഇടുക, എന്നിട്ട് ക്ലച്ച് മെല്ലെ വിടുക. ദൂരത്തേക്ക് നോക്കുക. വണ്ടി സെൻറ്റർ അല്ലെങ്കിൽ ഒന്ന് സെൻറ്ററാക്കാൻ, ഇവിടുന്ന് പെട്ടെന്ന് സെൻറ്ററാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കുറച്ചുകൂടി ബെറ്ററായി. അങ്ങനെ സെൻറ്ററാക്കിയതിന് ശേഷം നേരെ വരിക. റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു കോർണർ കണ്ട ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്ക് പിടിക്കുക. കണ്ണാടീൻ്റെ അടി കൂടെ കേട്ടോ.
എന്നിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാം. ഈ ഗിയർ ചേഞ്ച് ചെയ്യണത് നമ്മൾ എവിടെ നിന്നൊക്കെ ബ്രേക്ക് പിടിക്കുന്നു അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുക. ഇനി ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കും. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണല്ലോ പോകേണ്ടത്. അപ്പം ഈ ഒരു കമ്പി നമ്മൾ കണ്ണാടീൻ്റെ ബാക്കിലെത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ മുഴുവനായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുക. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വേഗം ഫുള്ളായിട്ട് ഓടിച്ചതാണ്. അങ്ങനെ നേരെ നോക്കുക. നേരെ നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു വൈറ്റ് ലൈന് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഈ സൈഡിൽ കാര്യമായിട്ട് നോക്കുക, മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കണത്, അതായത് മാരുതി 2 പ്രാവശ്യം നേരെ വരുന്നത് ആ സംഭവം തന്നെ. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു കോണ് ഇവിടുന്ന് കാണാതാവുമ്പോൾ വേഗം സ്റ്റിയറിംഗ് ബാക്കി ഓടിച്ചാലാണ്. ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരാളാണെങ്കിൽ നൈസായിട്ട് നിർത്തിയിട്ടെടുത്താലും വലിയ പ്രശ്നമില്ല. പറ്റണതും ചെറിയൊരു നീക്കത്തിൽ ഒടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമായിരിക്കും. ഇവിടെ വണ്ടി നേരാണോ നോക്കുക. നേരായിട്ടുണ്ട്. സ്റ്റിയറിംഗ് 2 റൗണ്ട് നേരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബാക്കോട്ടേക്ക് വരാം. ഈ ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ട്രാക്കിലെത്തിയല്ലോ. ഈ ട്രാക്കിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പുറത്തെ ട്രാക്കിലെ ബാക്കത്തെ ലൈന് നോക്കുക. ഈ വിൻഡോ കൂടെ ആ ഒരു ലൈന് കണ്ടാൽ വേഗം സ്റ്റോപ്പ് ചെയ്യാം, ബ്രേക്ക് പിടിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.